ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ഡോക്ടേഴ്സ് ടോക്ക്. മുമ്പ് കാലങ്ങളിലൊന്നും അറിയപ്പെടാതെ കിടന്ന മെഡിക്കൽ വിദ്യാർത്ഥികളുടെ പഠന പുസ്തകങ്ങളിൽ മാത്രം ഒതുങ്ങിക്കിടന്ന ഡിഫ്തീരിയ എന്ന രോഗം ഇന്ന് പരക്കെ അറിയപ്പെടുകയും മലപ്പുറം ജില്ലയിൽ കേരളത്തിൽ നമ്മുടെ കൊച്ചു കേരളത്തിൽ 2 പിഞ്ചു കുട്ടികളുടെ മരണത്തിനിടയാക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഇന്ന് ഡിഫ്തീരിയ എന്ന വിഷയം സംസാരിക്കാനായിട്ട് എൻ്റെ കൂടെ ഒരു പീഡിയാട്രിഷ്യനുള്ളത്. ഡോക്ടർ എം നാരായണൻ, കൊച്ചി മാമംഗലത്തെ സാൻ ചിൽഡ്രൻസ് ക്ലിനിക്കിലെ പീഡിയാട്രിഷ്യനാണ് അദ്ദേഹത്തോട് തന്നെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം. ഗുഡ് മോർണിംഗ് ഡോക്ടർ നാരായണൻ. ഡോക്ടർ, ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഇപ്പോഴത്തെ പുതിയ സാഹചര്യം, അതായത് ഡിഫ്തീരിയ ഒരു കാലത്ത് നമ്മൾ പഠിക്കുന്ന സമയത്ത് പഠിക്കാൻ ബുക്ക് വായിച്ച് പഠിക്കുന്ന അല്ലാതെ കേട്ടിട്ട് പോലുമില്ല. ഇന്നെന്താണ് ഇങ്ങനെ ഒരു പുതിയ ഇതിലായിട്ട് ഡിഫ്തീരിയ വരാൻ? തീർച്ചയായിട്ടും. കാരണം ഡിഫ്തീരിയ എന്ന് പറഞ്ഞാൽ ഒരു നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു അസുഖമാണ്. പാശ്ചാത്യ രാജ്യങ്ങളിലും അമേരിക്കയിലൊക്കെ ഇത് ഒരുപാട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മുമ്പ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ 1920-കളിൽ അമേരിക്കയിൽ ഏകദേശം 1,50,000 കുട്ടികൾക്ക് ഡിഫ്തീരിയ ബാധിച്ചിട്ട് അതിലൊരു 10,000 കുട്ടികൾ മരിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായിരുന്നു. പിന്നെ കാലക്രമേണ ഈ ഡിഫ്തീരിയ കൺട്രോൾ ചെയ്യാനുള്ള വാക്സിനുകളൊക്കെ ഉണ്ടായി. കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടു കൂടി തന്നെ മിക്ക ലോക രാജ്യങ്ങളിലും ഡിഫ്തീരിയ അവർ നിർമ്മാർജ്ജനം ചെയ്യുന്ന ഒരു സ്റ്റേജിൽ തന്നെയായിരുന്നു. ഇന്ത്യയിലും അതുപോലെ തന്നെയായിരുന്നു. 1980-കളിലും 90-കളിലും നമ്മുടെ സംസ്ഥാന കേന്ദ്ര ഗവൺമെൻറ്റുകളുടെ ആഭിമുഖ്യത്തിൽ നടന്ന ഇമ്മ്യൂണൈസേഷൻ പ്രതിരോധ കുത്തിവയ്പ്പുകളുടെ ഭാഗമായിട്ട് പല സംസ്ഥാനങ്ങളിലും വിശേഷിച്ച് കേരളത്തിലും ഡിഫ്തീരിയ ഇല്ലാത്തൊരു സ്റ്റേജ് വരെ എത്തിയിരുന്നു. നമുക്ക് അറിയാം, ഗണേഷൊക്കെ പഠിക്കുന്ന ആ സമയത്ത് ഞങ്ങൾക്ക് അണ്ടർ ഗ്രാജുവേറ്റ് ആ സമയത്ത് അത്യാവശ്യം ഡിഫ്തീരിയ കേസുകളുണ്ടായിരുന്നു. പക്ഷേ ഒരു 25 വർഷം മുമ്പ് ഞങ്ങളൊക്കെ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുന്ന സമയത്ത് ഡിഫ്തീരിയ കേസ് കാണാനേ ഉണ്ടായിരുന്നു. ആ സിറ്റുവേഷൻ മാറി. ഇപ്പം എന്ത് സംഭവിച്ചിരിക്കുന്നത്, നമുക്ക് ഒരു ഇമ്മ്യൂണൈസേഷൻ അല്ലെങ്കിൽ പ്രതിരോധ ചികിത്സയോടുള്ള ഒരു അലംഭാവ സമീപനം, അതിൻ്റെ ഭാഗമായിട്ട് ഒരു നല്ല ശതമാനം കുട്ടികൾ ഇഞ്ചക്ഷൻ പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുക്കാത്തൊരു സ്ഥിതി വന്നു. അത് ഇതിനെ ബാധിച്ചു. അതുകൊണ്ട് പ്രത്യേകിച്ചും ഈ വാക്സിനേഷൻ്റെ ലെവൽ വളരെ കുറവുള്ള സ്ഥലങ്ങളിൽ ഡിഫ്തീരിയ പൊട്ടിപ്പുറപ്പെടുകയാണ് ഉണ്ടായത്. ഇപ്പോൾ ഈ വർഷം അറിയാം, 2 കുട്ടികൾ മരിച്ചു. ഒരു വർഷം മുമ്പ് അതുപോലെ ഒരു സംഭവം ഉണ്ടായിരുന്നു. വളരെ 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 ചെറിയ സ്ഥലങ്ങളിലാണ് ഇത് സംഭവിക്കുന്നതെങ്കിലും നമ്മുടെ കേരളത്തിൻ്റെ വളരെ കൊട്ടിഘോഷിക്കപ്പെടുന്ന ആരോഗ്യ നയത്തിലേറ്റ വലിയൊരു തിരിച്ചടിയാണത്. ഇത് എന്താണ് യഥാർത്ഥത്തിൽ ഡിഫ്തീരിയ? ഒന്നത് പറയാം. ഡിഫ്തീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാക്ടീരിയ ഉണ്ടാക്കുന്ന ഒരു രോഗമാണ്. കൊറൈൻ ബാക്ടീരിയ ഡിഫ്തീരിയ എന്നാണ് ആ ബാക്ടീരിയയുടെ പേര്. ശരിക്കും ഈ ഡിഫ്തീരിയ എന്നുള്ള വാക്ക് തന്നെ വരുന്നത് ഡിഫ്തർ എന്ന് പറഞ്ഞ ഒരു ഗ്രീക്ക് വാക്കാണത്. അതിൻ്റെ അർത്ഥം ലെതർ, നമ്മുടെ മൃഗങ്ങളുടെ തോല്, അതിൻ്റെ പേരിൽ നിന്നാണ് അത് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഡിഫ്തീരിയ സാധാരണയായിട്ട് ഏറ്റവും കൂടുതലായിട്ട് ബാധിക്കുന്നത് നമ്മുടെ തൊണ്ടയും ശ്വാസനാളങ്ങളും ആ ഭാഗത്താണ്. അപ്പോൾ അവിടെ ഈ ലെതർ പോലെയുള്ള മൃഗങ്ങളുടെ തോല് പോലെയുള്ള ഒരു മെംബ്രെയിൻ, ഒരു പാട വന്നിട്ട് ശ്വാസത്തിന് തടസ്സം വരുമ്പോഴാണ് പലപ്പോഴും മരണം സംഭവിക്കുന്നത്. അങ്ങനെയാണ്. അപ്പോൾ ആ വാക്കിൽ നിന്നാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഡിഫ്തീരിയ ബാധിക്കുന്ന കുട്ടിയുടെ തൊണ്ടയിലോ അല്ലെങ്കിൽ അതിന് താഴെയുള്ള പിന്നെ വോക്കൽ കോഡിലോ അവിടെയൊക്കെ കണ്ണിൽ വരെ വരാം. കണ്ണിലും തൊലിപ്പുറത്തൊക്കെ വരാം. മ്യൂക്കസ് മെംബ്രെയിനിലും തൊലിപ്പുറത്തും വരുന്ന അവിടെ ബാക്ടീരിയ വന്നിട്ട് അവിടെ ഒരു കോളനി പോലെ ബാക്ടീരിയ വന്നിട്ട് അത് പുറപ്പെടുന്ന ടോക്സിൻ, അതായത് ആ വിഷാംശങ്ങൾ, ഈ ടോക്സിൻ വളരെ ശക്തിയുള്ളൊരു ടോക്സിനാണ്. എന്ന് പറഞ്ഞാൽ കോശങ്ങളെ നന്നായിട്ട് നശിപ്പിക്കാൻ കഴിവുള്ള ഒരു ടോക്സിനാണത്. ഈ ടോക്സിൻ അത് എവിടെയാണോ ഉണ്ടാകുന്നത് അവിടെ തന്നെ നല്ല ലോക്കൽ നെക്രോസിസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് അവിടെ ഒരുപാട് ടിഷ്യൂ ഡാമേജ് ഉണ്ടാക്കും. പ്രത്യേകിച്ചും ശ്വാസം കഴിക്കുന്ന ആ ഏരിയയിൽ വരുമ്പോൾ ശ്വാസതടസ്സം ഉണ്ടാകുന്നു. പിന്നെ ഈ ടോക്സിൻ രക്തത്തിലേക്ക് കലർന്നിട്ട് മറ്റ് അവയവങ്ങളെ ബാധിക്കുന്നു. ഉദാഹരണത്തിന് ഹാർട്ടിനെ ബാധിക്കുന്നു. പലപ്പോഴും ഡിഫ്തീരിയ കൊണ്ടുള്ള മരണങ്ങളിൽ ഒരു 50% സംഭവിക്കുന്നത് ഡിഫ്തീരിയ ടോക്സിൻ ഹാർട്ടിനെ ബാധിച്ചിട്ട് ഹൃദയത്തിൻ്റെ പ്രവർത്തനം നിലയ്ക്കുമ്പോഴാണ്. അതുപോലെ തന്നെ ഞരമ്പുകളെ ബാധിക്കാം. നെർവ് സിസ്റ്റത്തിനെ ബാധിച്ചിട്ട് പാരാലിസിസ് ഉണ്ടാവും, നാഡി തളർച്ച ഉണ്ടാവും, കിഡ്നിയെ ബാധിക്കാം. അങ്ങനെ മറ്റ് അവയവങ്ങളെയും ഇത് ലങ്സിനെയൊക്കെ ബാധിക്കാം. ഈ ടോക്സിൻ മറ്റ് സ്ഥലത്തേക്ക് ചെന്നിട്ട് ഈ പാട മാത്രമല്ല വേറെ പ്രശ്നങ്ങളുണ്ട്. അതായത് ആ സ്ഥലത്ത് ഡിഫ്തീരിയ നമ്മൾ കാണുന്ന ആ മെംബ്രെയിൻ അല്ലെങ്കിൽ ആ പാച്ച് കാണുന്ന സ്ഥലത്തുള്ള കൂടാതെ മറ്റ് അവയവങ്ങളെയും കൂടെ ഇത് ബാധിക്കുന്നു.
മറ്റു അവയവങ്ങളെ സാധാരണ ബാധിക്കുന്നത് ഒരു 2 മുതൽ 4 ആഴ്ച കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും. ലോക്കൽ ആക്ടിവിറ്റിയാണ് ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഈ ഡിഫ്തീരിയ ഉണ്ടാകുന്നത് ഇപ്പോൾ കൊറൈൻ ബാക്ടീരിയം എന്ന് പറഞ്ഞൊരു സാധനം കൊണ്ടാണ് ഉണ്ടാകുന്നതെന്ന് ഡോക്ടർ പറഞ്ഞു. ഇതിന്റെ തുടക്കത്തിലുള്ള സിംറ്റംസ് എന്തൊക്കെയായിരിക്കും? തീർച്ചയായിട്ടും മറ്റ് സാധാരണ ഒരു അണുബാധയെ പോലെ തന്നെ ഡിഫ്തീരിയ വരുമ്പോൾ പനിയും തൊണ്ടവേദനയും, നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഭക്ഷണം കഴിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട്, ശ്വാസം കഴിക്കാനുള്ള ബുദ്ധിമുട്ട്, ചെറിയ കുട്ടികളാണെങ്കിൽ ഉമിനീര് പോലും ഇറക്കാൻ പറ്റാത്തൊരു സ്ഥിതി വരും. അപ്പോൾ ഉമിനീരൊക്കെ പുറത്തേക്ക് വരും, വിഴുങ്ങാനുള്ള പ്രശ്നം ഉണ്ടാവുക. പിന്നെ പലപ്പോഴും ഇവിടെ കഴല ഇവിടെ വീർത്തിരിക്കുന്നതുകൊണ്ട് നമ്മൾ ബുൾനെക്ക് എന്ന് പറയുന്നത്, അവിടെ ഈ മറ്റു കന്നുകാലികൾക്കൊക്കെ ഇവിടെ താഴെ ഇങ്ങനെ വീർത്തിരിക്കുന്ന പോലെ ആ നീർക്കൊട്ടുകളുണ്ട് അവിടെ ഇങ്ങനെ. ഇതാണ് ഒരു നല്ലൊരു സീരിയസ് ആയിട്ടുള്ള ഒരു ഡിഫ്തീരിയ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പിക്ചർ. ഈ ഡിഫ്തീരിയ ഇപ്പം നമ്മൾ ഡോക്ടർ പറഞ്ഞതുപോലെ ഒരു സിംറ്റംസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സ്റ്റേജിൽ തന്നെ ഇതിന് ആവശ്യമായ ട്രീറ്റ്മെന്റ് എടുത്താൽ ഇത് അപകടകാരിയാകുമോ? ഡിഫ്തീരിയയുടെ ചികിത്സയെ പറ്റി പറയുമ്പോൾ ഇത് വളരെ പെട്ടെന്ന് തന്നെ പ്രോഗ്രസ് ചെയ്യുന്ന ഒരു അസുഖമാണ്. ഇത്രയും വർഷത്തെ മെഡിക്കൽ രംഗത്തുള്ള പുരോഗതി ഉണ്ടെങ്കിൽ തന്നെ ഡിഫ്തീരിയ കൊണ്ടുള്ള മരണനിരക്ക് ഇപ്പോഴും ഒരു 10% നിൽക്കുക. ഒരു 100 പേർക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ 10 കുട്ടികൾ മരിച്ചിരിക്കും എന്നുള്ളൊരു മേ ബി ചിലപ്പോൾ 5-ൽ താഴത്തേക്ക് കൊണ്ട് ചില സ്ഥലങ്ങളിൽ അത് 5 വന്നിട്ടുണ്ട്. എന്നാലും ഡിഫ്തീരിയ കൊണ്ടുള്ള മരണം ഒരു പരിധിവരെ മാത്രമേ നമുക്ക് ഇത് തടയാൻ പറ്റൂ. കാരണം പലപ്പോഴും ഇത് വരുന്നത്, അസുഖം വരുന്നത് പലപ്പോഴും നമ്മുടെ സാമൂഹിക സ്ഥിതിയിൽ താഴെക്കിടയിൽ നിൽക്കുന്ന ആളുകളായിരിക്കും. ഈ അസുഖം കണ്ടുപിടിക്കുന്നത് കുറച്ച് വൈകിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് സപ്പോർട്ട് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ശ്വാസം മുട്ടൽ കൊണ്ടാണ് പലപ്പോഴും കുട്ടി മരിക്കുന്നത്. ഇപ്പം നമ്മൾ 2 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഇതല്ലാതെ കേരളത്തിൽ ഇതിനു മുമ്പ് ഡിഫ്തീരിയ കേസസ് റിപ്പോർട്ട് ചെയ്യുകയും അത് ചികിത്സിച്ച് ഭേദമായി പോവുകയും ചെയ്തതായിട്ട് എവിടെയെങ്കിലും പറയുന്നുണ്ടോ? തീർച്ചയായിട്ടും ഒറ്റപ്പെട്ട കേസുകൾ വന്നിട്ടുണ്ട്. അത് ഏർലി സ്റ്റേജിൽ കാണുന്നതൊക്കെ പലപ്പോഴും രക്ഷപ്പെട്ട് പോകാറുണ്ട്. പക്ഷേ അവസാന സ്റ്റേജിൽ വരുന്ന കുട്ടികളെ രക്ഷപ്പെടുത്താൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ മരണസാധ്യതയുള്ള ഒരു അസുഖമായതുകൊണ്ട് തന്നെ ഇതിനെ തടയേണ്ടത് അത്യാവശ്യമാണ്. മരണസാധ്യത ഉള്ളത് മാത്രമല്ല, വളരെ എളുപ്പം തടയാൻ പറ്റും. ഇന്ന് നമുക്ക് നിലവിലുള്ള ഗവൺമെന്റ് സംവിധാനത്തിലുള്ള വളരെ വില കുറഞ്ഞ എല്ലായിടത്തും ലഭ്യമാകുന്ന വാക്സിൻ ഉപയോഗിച്ച് DPT വാക്സിൻ, അത് നമ്മളൊന്നും കൊടുക്കണ്ട, കാശ് കൊടുക്കണ്ട. ഗവൺമെന്റ് അവർ നമ്മളെ വീട്ടിൽ വന്നിട്ട് നമുക്ക് വെച്ച് എടുത്തു തരുന്നൊരു വാക്സിനാണ്. അത് വെച്ച് നമുക്ക് 95% പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള വാക്സിൻ കൊണ്ട് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന രോഗങ്ങളുടെ ഒരു കണക്കെടുത്തു കഴിഞ്ഞാൽ ഒരു സമൂഹത്തിൽ ഒരു 85% ആളുകൾ വാക്സിൻ എടുത്തിട്ടെങ്കിൽ ആ രോഗം ആ സമൂഹത്തിൽ ഉണ്ടാവില്ല. കാരണം ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നില്ല. പലപ്പോഴും ഈ രോഗം പുറത്തേക്ക് കാണിക്കാതിരിക്കുന്ന ആളുകളുണ്ടാവും. ചിലപ്പോഴും നമ്മുടെ ഡിഫ്തീരിയ ബാക്ടീരിയ നമ്മുടെ തൊണ്ടയിലൊക്കെ ഉണ്ടെങ്കിൽ കാരിയേഴ്സ് ആയിട്ടിരിക്കും. അത് അവർക്ക് പോലും വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് രോഗം വരില്ല. അപ്പോൾ ഒരു 85% ആളുകൾക്ക് DPT വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ തന്നെ ഈ രോഗം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. നമ്മളൊരു കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഡിഫ്തീരിയ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ ആ വാക്സിനേഷൻ ഒരു 25% താഴെയാണ്. കേരളത്തിൻ്റെ ഒരു കണക്കെടുത്ത് നോക്കുമ്പോൾ നമുക്കൊരു 83% ആവറേജ് ഉണ്ട്. കാരണം അത് ചില സ്ഥലത്ത് 90% ഉണ്ടാവും, മിക്കവാറും സ്ഥലങ്ങളിൽ 90 അതിൻ്റെ അടുത്തൊക്കെ ഉണ്ടാവും. പക്ഷേ ചില സ്ഥലങ്ങളിൽ ഈ പോക്കറ്റുകളിൽ അവിടെ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ 25-30% ആ ഭാഗങ്ങളിലാണ് ഈ അസുഖത്തിൻ്റെ പൊട്ടിപ്പുറപ്പെടുന്നത്. ഈ ഭാരത സർക്കാരിൻ്റെയും കേരള സർക്കാരിൻ്റെയും സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ ഒരു പോളിസി, ആരോഗ്യ നയമായ വാക്സിനേഷൻ എന്തുകൊണ്ട് ഈ പറയുന്ന പ്രത്യേക സ്ഥലങ്ങളിൽ മാത്രം 25% താഴെയായി പോകുന്നു? അത് ശരിക്കും വളരെയധികം വിശകലനം ചെയ്യപ്പെടേണ്ട ഒരു ചോദ്യമാണ്. കാരണം നമുക്കറിയാം ഈ കഴിഞ്ഞ വർഷങ്ങളായിട്ട് ഈ ഡിഫ്തീരിയ ഒക്കെ ഇതുണ്ടാവുന്നത് ഒരു സാമൂഹികപരമായും വിദ്യാഭ്യാസപരമായും ഒക്കെ കുറച്ച് പിന്നോക്കം നിൽക്കുന്ന ആളുകളുള്ള സ്ഥലങ്ങളിലാണ്. അവരെ നമുക്ക് വളരെ എളുപ്പത്തിൽ എന്ന് പറഞ്ഞാൽ ഈ വാക്സിനെതിരെ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ വാക്സിനെതിരെ പ്രചരണം നടത്തുന്ന ആളുകൾക്ക് വളരെ എളുപ്പത്തിൽ തെറ്റിദ്ധരിക്കപ്പെടുന്നു. അതുകൊണ്ടാണ് വരുന്നത്. കാരണം പല ആളുകളും പറയുന്ന പോലെ ഇത് എടുത്തു കഴിഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ വന്ധ്യത ഉണ്ടാകും, അല്ലെങ്കിൽ ഈ വാക്സിൻ ഉണ്ടാക്കിയിരിക്കുന്നത് ചില പ്രത്യേക മൃഗങ്ങളുടെ കൊഴുപ്പിൽ നിന്നാണ്, അത് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെയുള്ള രീതിയിലുള്ള ശാസ്ത്രീയമായിട്ട് യാതൊരു പിൻബലവുമില്ലാത്ത പ്രചരണങ്ങൾ നടത്തുന്നതുകൊണ്ടാണ് ഈ ആളുകൾ, പാവപ്പെട്ട അമ്മമാർ അല്ലെങ്കിൽ പാവപ്പെട്ട അച്ഛന്മാർ അവരുടെ കുട്ടികൾക്ക് ഇത് നിഷേധിക്കപ്പെടുന്നത്. അത് വളരെ ദയനീയമായൊരു ഒരു അവസ്ഥയാണ്. ആ അവസ്ഥയിലേക്ക് അതുകൊണ്ട് നമ്മുടെ നല്ല രീതിയിൽ വളരേണ്ട പിഞ്ചു കുഞ്ഞുങ്ങൾ
അവർ മരണത്തിലേക്ക് തള്ളിയിടപ്പെടുകയാണ് എന്ന്. എനിക്ക് തോന്നുന്നു ഈ വാക്സിനേഷൻ എന്ന് പറയുന്ന ഈ സംഗതി, ഇത് ഡോക്ടർ പറഞ്ഞതുപോലെ 85% അല്ലെങ്കിൽ 90% ആൾക്കാർ വാക്സിനേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് രോഗങ്ങൾ നമുക്ക് തടയാൻ പറ്റും എന്ന് പറയുന്നതിന് ഒരു മറുവശമുള്ളത്, ഈ വാക്സിനേഷനെ ഒരുപാട് ഡൈല്യൂട്ട് ചെയ്യപ്പെട്ടു ഇപ്പോൾ. അതായത് കേന്ദ്ര സർക്കാരിൻ്റെ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ പോളിസിയായ വാക്സിനേഷന് അന്നും പണ്ടൊരു 10 വർഷം മുമ്പ് ഉണ്ടായിരുന്ന വാക്സിനുകളല്ല ഇന്നുള്ളത്. അന്ന് 10 വാക്സിനേ ഉള്ളെങ്കിൽ ഇന്ന് 100 വാക്സിൻ ഉണ്ട്. അപ്പോൾ അത് വല്ലാണ്ട് അങ്ങ് ഡൈല്യൂട്ട് ചെയ്തോ എന്നൊരു സംശയം. ശരിയാണോ അത്? ശരിക്കും ഈ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നുള്ളൊരു സംഭവം വരുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും വളരെ എത്ര വർഷങ്ങളായിട്ട് ഫ്രീ ആയിട്ട് തരുന്ന വാക്സിനുകളുണ്ട്. അത് എന്ന് പറഞ്ഞാൽ BCG, ക്ഷയരോഗം പ്രിവെൻറ്റ് ചെയ്യാനുള്ള വാക്സിൻ. DPT എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം മുമ്പേ തന്നെ ട്രിപ്പിൾ ആൻറ്റിജൻ ട്രിപ്പിൾ എന്ന് പറയപ്പെടുന്ന ആ വാക്സിൻ. അത് ഡിഫ്തീരിയ എന്ന് പറഞ്ഞാൽ തൊണ്ടമുള്ള്, നമ്മളിപ്പോൾ പറഞ്ഞ സും. പിന്നെ പെർട്ടസിസ് എന്ന് പറഞ്ഞാൽ വില്ലൻ ചുമ. പിന്നെ ടെറ്റൻസ്. ഈ 3 രോഗങ്ങൾക്ക് കൈകാര്യം ചെയ്യാനുള്ള, അത് തടയാനുള്ള DPT വാക്സിൻ. പിന്നെ 5ാം പനി മീസിൽസ് വാക്സിൻ. മീസിൽസ് സിംഗിളായിട്ട് കൊടുക്കുന്ന വാക്സിൻ ഉണ്ട്. പിന്നെ മീസിൽസ് അടങ്ങിയിട്ടുള്ള MMR വാക്സിൻ ഉണ്ട്. അപ്പോൾ അത് ഇതുണ്ട്. പിന്നെ ഹെപ്പറ്റൈറ്റിസ് B വാക്സിൻ. ഇത്രയും വാക്സിനുകൾ, ഈ ഹെപ്പറ്റൈറ്റിസ് ബിയും DPTയും ഒക്കെ ഒറ്റൊരു വാക്സിനായിട്ട് ഗവൺമെൻറ് കൊടുക്കുകയാണ്. അത് ഗവൺമെൻറ് സംവിധാനത്തിൽ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന വാക്സിൻസാണ്. ഇതാണ് ബേസിക് ആയിട്ടുള്ള വാക്സിൻസ്. ഇതിലാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധ യൂന്നേണ്ടത്. ഇത് കഴിഞ്ഞിട്ടാണ് പിന്നെ ബാക്കിയുള്ള വാക്സിൻസിനെ പറ്റിയിട്ട് നമുക്ക് അത് പലപ്പോഴും അത് ഓപ്ഷനായിട്ട് വെച്ചിരിക്കുന്നത്. ഈ എല്ലാ വാക്സിൻസും നല്ലതാണ്, പക്ഷെ നമ്മുടെ ഒരു എന്തുമാത്രം അത് അഫോർഡ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. കാരണം നമ്മളൊരു സ്റ്റേറ്റ് പോളിസി ഉണ്ടാക്കുമ്പോൾ ആ ഗവൺമെൻറ്റിന് താങ്ങാൻ പറ്റുന്ന ഒരു ചിലവുണ്ടല്ലോ, അതിൻ്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ചെയ്യുന്ന വാക്സിനേഷൻസ് ആണ് ഇതൊക്കെ. അപ്പോൾ ഇത് കമ്പൽസറി ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്കുണ്ടാവുന്ന ഈ ഇത്തരം വിപത്തുകൾ തടയാൻ പറ്റും. കാരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന അസുഖങ്ങൾക്കുള്ള പ്രിവെൻറ്റീവ് പ്രതിവിധികൾ ഒരു ശിശുവിന് നൽകണം എന്നുള്ളത്, ആ ശിശുവിന് ലഭിച്ചിരിക്കണം എന്നുള്ളത് അവൻ്റെ അവകാശമാണ്. ചെറിയ കുട്ടിയാണ്, അവൻ 1 വയസ്സാണ്, പക്ഷെ അവൻ്റെ അവകാശത്തിനെ പറ്റി പറയാൻ അവന് പറ്റില്ല. പക്ഷേ നമ്മുടെ എല്ലാ ലോകരാഷ്ട്രങ്ങളും അംഗീകരിച്ചിട്ടുള്ള കുട്ടികളുടെ അവകാശങ്ങൾ, അതായത് ചൈൽഡ്സ് റൈറ്റ് എന്നുള്ള അതിനകത്ത് കറക്റ്റായിട്ട് പറയുന്നുണ്ട്. പ്രിവെൻറ്റ് ചെയ്യപ്പെടാവുന്ന അസുഖങ്ങൾ പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യം അത് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ടത് അവരുടെ മാതാപിതാക്കൾ ചെയ്യുന്നില്ലെങ്കിൽ തന്നെ സ്റ്റേറ്റിൻ്റെ ഒരു ബാധ്യതയാണ്, സമൂഹത്തിൻ്റെ ഒരു ഉത്തരവാദിത്തമാണ്. അതുകൊണ്ടാണ് പലപ്പോഴും ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സ് ഒക്കെ പറയുന്നത്, നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ നമ്മൾ ഹെൽത്ത് സർട്ടിഫിക്കറ്റ്, പല ബർത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന പോലെ അതിൻ്റെ കൂടെ ഒരു ഇമ്മ്യൂണൈസേഷൻ സർട്ടിഫിക്കറ്റ് കൂടെ വെക്കുന്നതുകൊണ്ട് നല്ലതാണ്. അപ്പോൾ ആളുകൾക്ക് ഒരു അവബോധം ഉണ്ടാകും. ഇപ്പോഴും തന്നെ ഗവൺമെൻറ് സ്കൂൾ കുട്ടികളുടെ അതിൽ എത്ര പേര് ഡ്രോപ്പ് ഔട്ട് ചെയ്തിട്ടുണ്ട്, എത്ര പേര് ഇമ്മ്യൂണൈസേഷൻ എടുക്കാതെ പോയിട്ടുണ്ട് എന്നുള്ളൊരു കണക്ക് ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കാലയളവിൽ. എന്നിട്ട് തീർച്ചയായിട്ടും അതിതീവ്രമായ ഒരു പ്രവർത്തനത്തിൽ കൂടി ഈ നമ്മൾ ഇപ്പോൾ ബാക്കിയായിരിക്കുന്ന ഇമ്മ്യൂണൈസേഷൻ എടുക്കാൻ വിട്ടുപോയിരിക്കുന്ന കുട്ടികളെ കൂടി ഇമ്മ്യൂണൈസേഷൻ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും നന്നായിരിക്കും. ഓക്കെ. ഈ ഡോക്ടർ പറഞ്ഞതിൽ പോളിയോ വാക്സിന്റെ കാര്യം പറഞ്ഞില്ല. നമ്മൾ എല്ലാ വർഷവും പൾസ് പോളിയോ പരിപാടി, അതും ഇതിന്റെ കൂട്ടത്തിൽ എസെൻഷ്യൽ ആയിട്ടുള്ള വാക്സിൻ അല്ലേ? പോളിയോ വാക്സിൻ ഞാൻ പറയാതിരുന്നത്, അത് പറയാൻ വിട്ടുപോയതാണ്. കാരണം നമുക്ക് ഒരു 4 വർഷമായിട്ട് പോളിയോ ഇല്ല. പോളിയോ നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ടതാണ്. എന്നാലും പോളിയോ നിർമ്മാർജ്ജനം ചെയ്തിട്ടുണ്ടെങ്കിലും ലോക രാഷ്ട്രങ്ങളിൽ 1-2 സ്ഥലങ്ങൾ ഇപ്പോഴും പോളിയോ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് പോളിയോ ഇങ്ങോട്ട് വരാനുള്ള ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ പുതിയൊരു പോളിയോ എൻഗെയിം പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിച്ചിരുന്ന വാക്സിൻ ചെറിയൊരു വ്യത്യാസം വരുത്തില്ല. നേരത്തെ 3 3-വലൻ പോളിയോ ഉണ്ടായിരുന്നു, അത് ബൈവലൻ പോളിയോ ആക്കിയിട്ട് അതിൻ്റെ കൂടെ കുറച്ചുകൂടി ഇമ്മ്യൂണിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഇഞ്ചക്റ്റബിൾ പോളിയോ അതുകൂടെ വെച്ചിട്ട് ഇപ്പോൾ ഗവൺമെൻറ് തലത്തിൽ തന്നെ അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ. ഈ ഡിഫ്തീരിയയുടെ കാര്യം പറയുമ്പോൾ മരണസാധ്യത ഏറെയുള്ള ഒരു രോഗമായതുകൊണ്ടും ഇതിന് വാക്സിനേഷനാണ് അല്ലെങ്കിൽ ഇതിനെ പ്രതിരോധിക്കാൻ വാക്സിനേഷൻ ആണെന്ന് പറയുന്നുണ്ട്. ഞാൻ ചോദിക്കുകയാണ്, ഇപ്പം വാക്സിനേഷൻ എടുത്തോട്ടെ, വാക്സിനേഷൻ എടുക്കാത്ത കുട്ടികളുണ്ടായിക്കോട്ടെ, ഇത് പകരുന്നത് തടയാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പകരുന്നത് ശരിക്കും ഡിഫ്തീരിയയുടെ ആ അണു പകരുന്നത് എയർ വഴിയാണ്. അപ്പോൾ എയർ വഴി പകരുന്ന അറിയാലോ, നമുക്ക് നല്ല ലിമിറ്റേഷൻസ് ഉണ്ട്. അത് മാത്രമല്ല ഇതിൽ വേറെ ചില ഘടകങ്ങളുണ്ട്. നേരത്തെ ഡോക്ടർ പറഞ്ഞ പോലെ ഇതിനകത്ത് കാരിയർ സ്റ്റേറ്റ് ഉണ്ട്. ആ കാരിയേഴ്സ് എന്ന് വരാം.
പിന്നെ ഈ ബാക്ടീരിയയുടെ വേറൊരു കുഴപ്പമുള്ളത്, അത് ഒരാളുടെ ശരീരത്തിൻ്റെ ഇപ്പോൾ സ്കിന്നിൽ ഒരു ഡിഫ്തീരിയ ലീഷൻ ഉണ്ടെങ്കിൽ അവിടെ 6 മാസത്തോളം ആ ബാക്ടീരിയ ചിലപ്പോൾ ഉണ്ടാവും, കാരിയർ സ്റ്റേജ് ഉണ്ടാവും. അതുമല്ല അന്തരീക്ഷത്തിലാണെങ്കിൽ ചില സാഹചര്യങ്ങളിൽ അത് 6 മാസം വരെ അതിന് ഇതിനെ അതിജീവിച്ച് കഴിയാനുള്ള ഒരു കരുത്തുള്ള ബാക്ടീരിയയാണ്, സ്ട്രോങ് ആണ്. അപ്പോൾ അവനെ ഒരാളിൽ നിന്ന് മറ്റാൾ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ഡിഫ്തീരിയ രോഗം വന്ന ഒരു കുട്ടിയെ ചികിത്സിക്കുമ്പോൾ അവന് പ്രത്യേകിച്ച് ഒരു ഐസൊലേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഐസൊലേഷൻ വാർഡിലെ കൊണ്ട് ചികിത്സിക്കേണ്ടതാണ്. എന്നാലും ഒരു ക്ലാസ്സിൽ ഇപ്പോൾ ഒരു ഡിഫ്തീരിയയുടെ കുട്ടി വന്നു കഴിഞ്ഞാൽ നമുക്കറിയില്ല അവന് ഡിഫ്തീരിയ ആണെന്നുള്ളത്. സാധാരണ തൊണ്ടവേദനയായിരിക്കും അങ്ങനെ വിചാരിച്ചിട്ട് വരുമ്പോൾ ചുറ്റുമുള്ള കുട്ടികളിൽ അത് പകരാനുള്ള സാധ്യത, അതിൻ്റെ ഇൻഫെക്ടിവിറ്റി ഭയങ്കര കൂടുതലാണ്. നമുക്കിപ്പോൾ ഈ രോഗം ഒരു കുട്ടികൾക്കാണല്ലോ ഇത് വരുന്നത്. അപ്പോൾ ഒരു കുട്ടിക്ക് ഇത് വന്നു അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? ഈ ഡിഫ്തീരിയ രോഗം കണ്ടുപിടിക്കാൻ സാധാരണ വലിയ ലാബ് പരിശോധനകളും അതിനൊന്നും ആവശ്യമില്ല. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന പോലെ, അല്ലെങ്കിൽ നമ്മുടെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഡിഫ്തീരിയ രോഗിയുടെ ഒരു ചിത്രം കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ പിക്ചർ വരുന്ന ഒരു രോഗിയെ നമുക്ക് ഡിഫ്തീരിയ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഉദാഹരണത്തിന് ഏറ്റവും ടിപ്പിക്കലായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഈ തൊണ്ടയിലുണ്ടാകുന്ന ആ ഒരു മെംബ്രെയിൻ, ആ ഒരു പാച്ച് ഉണ്ടല്ലോ, അതിനൊരു പ്രത്യേക രീതിയിലുള്ള ഒരു കളർ, ഒരു ഡേർട്ടി വൈറ്റ് അപ്പിയറൻസ് ഉണ്ടോ, അത് നോക്കിയിട്ട് പിന്നെ അത് തൊടുമ്പോൾ അത് നമ്മുടെ സാധാരണ ഒരു പാട് അത് മെല്ലെ നമ്മളതിനെ കൊണ്ട് നീക്കുമ്പോൾ ചെറുതായിട്ട് ബ്ലീഡിങ് വരും. ഈ കുട്ടി പുതിയ പറയുകയാണെങ്കിൽ ആ വേദനയും പിന്നെ ഉണ്ടാവുന്ന ബുൾനെക്ക് ഫിഷൻ അത് വെച്ചാണ് നമ്മൾ പലപ്പോഴും കണ്ടുപിടിക്കുന്നത്. അല്ലാതെ ഡിഫ്തീരിയക്ക് വേണ്ടിയിട്ട് നമ്മളൊരു തീർച്ചയായിട്ടും അവിടെ നിന്ന് എടുക്കുന്ന ഇത് നമ്മൾ കൾച്ചർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന ഈ കൊറിയൻ ബാക്ടീരിയൻ ഡിഫ്തീരിയ അതിനെ നമുക്കതിൽ വളർത്തിയെടുക്കാൻ പറ്റും. ഏത് മരുന്നിനാണ് അത് കൂടുതൽ പ്രതികരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഒരു ക്ലിനിക്കലി തന്നെ നമുക്ക് ഒരു ഡിഫ്തീരിയയുള്ള രോഗിയെ മനസ്സിലാക്കാൻ പറ്റും. ഈ വാക്സിനേഷന്റെ കാര്യം പറഞ്ഞല്ലോ, നമ്മൾ നേരത്തെ വാക്സിനേഷൻ ശരിയായ രീതിയിൽ നടക്കാത്തത് കൊണ്ടാണ് ഇങ്ങനത്തെ രോഗം അല്ലെങ്കിൽ ഡിഫ്തീരിയ പോലുള്ള അസുഖങ്ങൾ വരുന്നതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാര്യമല്ലേ ഈ ആന്റിബയോട്ടിക്കുകളുടെ ദുരുപയോഗം എന്ന് പറയുന്നത്? വളരെ കൃത്യമായ അളവിൽ ഡോക്ടർ നിർദ്ദേശിക്കുന്ന ദിവസങ്ങൾ ആന്റിബയോട്ടിക് ഉപയോഗിക്കാതിരിക്കുക, 2 ദിവസം കഴിച്ച് സിംറ്റംസ് സബ്സൈഡ് ചെയ്യുമ്പോഴത്തേക്ക് ആന്റിബയോട്ടിക് നിർത്തുക, ഇതൊക്കെ ഒരു കാരണമല്ലേ? തീർച്ചയായിട്ടും. കാരണം ആന്റിബയോട്ടിക് അതൊരു വലിയൊരു വിഷയമാണ്. കാരണം അവോയ്ഡ് ആന്റിബയോട്ടിക് അബ്യൂസ്, AAA, അത് പീഡിയാട്രിക് അസോസിയേഷൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു അജണ്ടയാണ്. കാരണം നമുക്കുള്ള ആന്റിബയോട്ടിക്കുകളുടെ ശേഖരം, റിസർവ് അനുദിനം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതേ അവസരം ബാക്ടീരിയകൾ ആന്റിബയോട്ടിക്കിനെതിരെയുള്ള റെസിസ്റ്റൻസ് അനുദിനം നേടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ആന്റിബയോട്ടിക്കുകളുടെ ദുരുപയോഗം വളരെയധികം ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. അതിനുവേണ്ട വളരെ നല്ല സ്റ്റെപ്പുകൾ ഇങ്ങനെയുള്ള അക്കാഡമിയുടെ ഭാഗത്തുനിന്നും ഗവൺമെൻറ് ഭാഗത്തുനിന്നും ഇപ്പോൾ വരുന്നുണ്ട്. ഇപ്പോൾ അതിനെപ്പറ്റി നല്ലൊരു അവബോധം ജനങ്ങൾ വന്നിട്ടുണ്ട്. മാത്രമല്ല ചില രാജ്യങ്ങളിൽ ആൻറ്റിബയോട്ടിക് പ്രിസ്ക്രൈബ് ചെയ്യണമെങ്കിൽ 1-2 ഡോക്ടർമാരുടെ അനുവാദം ഉണ്ടെങ്കിൽ അത് മരുന്ന് കിട്ടും. ആ രീതിയിലേക്ക് നമ്മൾ അതിനെ വളരെ വിലപ്പെട്ട ഒരു അമൂല്യമായ ഒരു ലൈഫ് സേവിങ് ഡ്രഗ് ആക്കി വെച്ചിരിക്കുകയാണ്. ഈ ഡിഫ്തീരിയ കാര്യം എടുക്കുകയാണെങ്കിൽ അതിൻ്റെ സാധാരണ രീതിയിൽ ഡിഫ്തീരിയ, ബാക്ടീരിയ, പെൻസിലിൻ പോലുള്ള ആന്റിബയോട്ടിക്കിനും വളരെ എളുപ്പത്തിൽ റെസ്പോണ്ട് ചെയ്യുന്നൊരു ബാക്ടീരിയയാണ്. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ ഓൾറെഡി ചിലപ്പോൾ ഡാമേജ് ടോക്സിൻസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന അതിനെതിരെ ചികിത്സയും വേണ്ടി വരും. ഓക്കെ, ഇതിൻ്റെ ഒരു ചികിത്സാ സാധ്യത, അതായത് നമ്മൾ ഇത് ചികിത്സിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ആന്റിബയോട്ടിക്കിന് റെസ്പോണ്ട് ചെയ്യുന്ന, പെട്ടെന്ന് റിസോൾവ് ചെയ്യുന്ന അസുഖമാണോ ഇത്? ഇതിൽ 2 ഘടകങ്ങളുണ്ട്. കാരണം ഒന്ന്, നമ്മുടെ ശരീരത്തിൽ ഒരു സ്ഥലത്ത് ബാക്ടീരിയ അവിടെ ഒരു കോളനി അടിച്ചിട്ട് അവിടെ നിന്ന് വിഷപദാർത്ഥങ്ങൾ, ടോക്സിൻസ് പുറത്തേക്ക് വിട്ടിരിക്കുകയാണ്. അപ്പോൾ ആ ടോക്സിൻസ് അതിനെ നമ്മൾ തടയണമെങ്കിൽ അതിൻ്റെ പ്രവർത്തനം അത് പിന്നെ ഹൃദയത്തിലും അല്ലെങ്കിൽ ഞരമ്പുകളിലും ഉണ്ടാക്കുന്ന പ്രയാസങ്ങൾ ഒഴിവാക്കണമെങ്കിൽ നമ്മൾ ആ ടോക്സിനെ ന്യൂട്രലൈസ് ചെയ്യണം. അതിന് എഫക്റ്റീവായിട്ടുള്ള ആൻറ്റി ടോക്സിൻസ് വേണം. അത് ആൻറ്റിസിറം, ഡിഫ്തീരിയ ആൻറ്റിസിറം, മുമ്പ് ഇത് ഇഷ്ടംപോലെ കിട്ടുമായിരുന്നു പണ്ടൊക്കെ. പക്ഷെ ഇപ്പോൾ ഈ ഡിഫ്തീരിയ ഇല്ലാത്തതുകൊണ്ട് ഈ ആൻറ്റിസിറം ഉണ്ടാക്കുന്ന കമ്പനികൾ അതിൻ്റെ ഉൽപ്പാദനം കുറച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്നിപ്പോൾ അത് കിട്ടുന്ന ഭയങ്കര പാടാണ്. കാരണം വളരെ അപൂർവമായിട്ട് ഇതിൻ്റെ ആവശ്യകത വരുന്നുള്ളൂ. അപ്പോൾ ഈ ആൻറ്റിസിറം ഉപയോഗിച്ചിട്ടാണ്, അല്ലെങ്കിൽ ഡിഫ്തീരിയയുടെ ആൻറ്റിടോക്സിൻ ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ഓൾറെഡി ശരീരത്തിലുള്ള ആ വിഷപദാർത്ഥങ്ങളുടെ പ്രവർത്തനത്തെ നമ്മൾ ന്യൂട്രലൈസ് ചെയ്യുന്നത്. പിന്നെ ആൻറ്റിബയോട്ടിക്കിൻ്റെ ഉപയോഗം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാക്ടീരിയയെ അതിൻ്റെ നമ്പർ കുറച്ചിട്ട് അതിനെ ഇല്ലായ്മ ചെയ്തിട്ട് അതുവഴി ഈ ടോക്സിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇല്ലാതാക്കും. അപ്പോൾ ആൻറ്റിബയോട്ടിക്കിന് ഒരു റോളുണ്ട്, പ്രത്യേകിച്ച് ഏർലി സ്റ്റേജിൽ. ഈ ലൈഫ് സേവിങ് റോളുള്ളത് വേറെ ആൻറ്റി ടോക്സിൻസിന് വേണ്ടിയിട്ടുള്ള ആൻറ്റിസിറത്തിനുള്ള റോളുണ്ട്. ഇപ്പോൾ ഈ ഡിഫ്തീരിയ ഒരു പ്രശ്നമായിട്ട് പതുക്കെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ
ഇത് ഏറ്റവും നേരത്തെ എങ്ങനെ ഇതാണോ എന്നൊരു സംശയം, ഇപ്പോൾ പാരൻസ് വീട്ടിലാണല്ലോ ഇത് തിരിച്ചറിയേണ്ടത്, അവർക്കൊരു സംശയം തോന്നുന്ന വിധത്തിലുള്ള സിംറ്റംസോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. തീർച്ചയായിട്ടും നമ്മുടെ വീട്ടിൽ പ്രത്യേകിച്ചും ഇമ്മ്യൂണൈസേഷൻ ബേസിക് ആയിട്ടുള്ള DPT വാക്സിൻ എടുക്കാത്ത കുട്ടികളിൽ തൊണ്ടമുള്ളാണെന്നല്ല പറയുന്നത്, തൊണ്ടവേദന, ഇറക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുക, പനി, കുട്ടി കുറച്ചൊരു ടോക്സിക് ഒരു അസുഖമുള്ള പോലുള്ള ഒരു ലുക്ക് വരിക, ഇങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ഉടനെ തന്നെ ഡോക്ടറെ കാണിച്ചിട്ട് ഇത് ഡിഫ്തീരിയ ആണോ എന്ന്, പ്രത്യേകിച്ച് നമ്മുടെ ഈ പരിസ്ഥിതിയിൽ പ്രത്യേകിച്ചും ഡിഫ്തീരിയ ഉള്ള സ്ഥലങ്ങളിലും അതിന് വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലും നമ്മൾ വളരെ ശ്രദ്ധാപൂർവ്വം ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ തന്നെ ഡിഫ്തീരിയ കണ്ടുപിടിക്കാനും ഒരു പരിധി വരെ ചികിത്സിച്ച് 90% ഞാൻ പറഞ്ഞില്ല, ഒരു 10% മാത്രമേ ഇതുള്ളൂ. പിന്നെ ഇതിൽ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, എവിടെയാണ് സാധാരണ ഡിഫ്തീരിയ ഉണ്ടാകുന്ന അറിയോ? ഇപ്പോൾ റഷ്യ, USSR ഉണ്ടല്ലോ, സോവിയറ്റ് യൂണിയൻ റിപ്പബ്ലിക് വിഘടിച്ചിട്ട് പോയപ്പോൾ അവിടെ ഭയങ്കരമായിട്ട് ഹെൽത്ത് പോളിസിയിൽ വലിയൊരു കുഴപ്പമുണ്ടായി. ആ സമയത്ത് ഈ പറഞ്ഞ പോലെ 5-6 വർഷത്തിനിടയിൽ 1,50,000 ഡിഫ്തീരിയ രോഗികൾ ഈ സ്റ്റേറ്റുകളിലുണ്ടായി. അതിൽ 5,000 പേര് മരിച്ചു. അപ്പോൾ എവിടെയൊക്കെ ഈ വാക്സിൻ ഡെലിവറിക്ക് അല്ല വാക്സിൻ ജനങ്ങളിൽ എത്തിക്കാനുള്ള പ്രയാസം, അവിടെയൊക്കെ തന്നെ ഡിഫ്തീരിയ ഉണ്ടായിട്ടുണ്ട്, ഇനിയും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി വാക്സിനേഷനെതിരെയുള്ള അലംഭാവം ആദ്യം നമ്മൾ എടുത്തു കളയണം. ഓക്കെ ഡോക്ടർ, ഇന്നത്തെ ഡോക്ടർ സ്റ്റോക്കിൻ്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ ഡോക്ടർ സ്റ്റോക്കിൽ ഡോക്ടർ M. നാരായണൻ, അദ്ദേഹം പീഡിയാട്രിഷ്യനാണ്, സാൻ ചിൽഡ്രൻസ് ക്ലിനിക്കിലെ ചീഫ് പീഡിയാട്രിഷ്യൻ. അദ്ദേഹം ഡിഫ്തീരിയ എന്ന രോഗം, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ടെക്സ്റ്റ് ബുക്കുകളിൽ മാത്രം ഒതുങ്ങിയിരുന്ന ഡിഫ്തീരിയ എന്ന രോഗം ഇന്ന് വീണ്ടും പതുക്കെ തലപൊക്കി കേരളത്തിൽ 2 കേസ് ഓൾറെഡി മരണപ്പെട്ട് കഴിഞ്ഞു. അതൊരു സാമൂഹിക പ്രശ്നമായി മാറുന്നതിന് മുമ്പ് ഡിഫ്തീരിയ എന്ന രോഗം എന്താണ്, അതിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണ്, അതിൻ്റെ ചികിത്സാ സാധ്യത എന്താണ്, അതിനെ പ്രതിരോധിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഡോക്ടർ പറഞ്ഞതുപോലെ സർക്കാർ നിഷ്കർഷിച്ചിരിക്കുന്ന വാക്സിനുകൾ, ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള വാക്സിനുകൾ എടുക്കുകയാണെങ്കിൽ 95% വരെ പ്രൊട്ടക്ഷൻ കിട്ടുമെന്നാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞത്. ബാക്കി 5% കാര്യം ദൈവത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാൻ മറ്റൊരു വിഷയമായിട്ട്. ബൈ.